ഹായ് എവരിവൺ, ഐ എം ഡോക്ടർ സജിത്ത്. എനർജി വേൾഡിനെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്ന വേൾഡ് ഫേമസ് ഐക്കണായ അഷ്റഫ് മാസ്റ്ററാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം മാസ്റ്റർ. ഇന്ന് ലോകം തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ഈ അടുത്ത കാലത്തായി ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സബ്ജക്റ്റാണ് ലൂസി എന്ന മൂവിയിലെ CPH ഹോർമോണിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ്. അത് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചു, വളരെയധികം വിവാദമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മാസ്റ്റർ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ലൂസി തന്നെയല്ല, പല ഫിലിമും പല ഇംഗ്ലീഷ് മൂവികളും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മൂവി അല്ല ആലോചിക്കുന്നത്, CPH ഹോർമോണാണ് ഇവിടെ മൊത്തം കൺഫ്യൂഷനാക്കിയ, ഈ വേൾഡിനെ മൊത്തം കൺഫ്യൂഷനാക്കിയ ഒരു സബ്ജക്റ്റ്. ലൂസി മൂവി ഒരു ഫിക്ഷണൽ ഒരു മൂവിയാണ്, അതായത് സാങ്കല്പിക കഥ, മനസ്സിലെ ഭാവനാ സൃഷ്ടി കൊണ്ടുണ്ടാക്കിയ ഒരു കഥയാണ് ലൂസി. ഇവിടെ ഞാൻ CPH ഹോർമോണിനെയാണ് പറയുന്നത്. CPH ഹോർമോൺ സയൻസിന്റെ ട്രാക്കിൽ ഒരു ഹോർമോൺ അല്ല. ആദ്യം അറിഞ്ഞിരിക്കുന്നത്, CPH ഹോർമോണിനെ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാത്തോടത്തോളം കാലം ഒരു വസ്തു ഇല്ല എന്ന് പറഞ്ഞുകൂടാ, അല്ലെ? നമ്മൾ ഒരു വസ്തുവിനെ കണ്ടുപിടിച്ചിട്ടില്ല. 95% ഈ പ്രപഞ്ചത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. അതപ്പോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കറണ്ടിനെ തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കറണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെ? മഴയുടെ ഫോഴ്സ്, കാറ്റിന്റെ ഫോഴ്സ്, ഇതൊക്കെ ഒരു ഫോഴ്സിലാണ് വരുന്നത്. ആ ഫോഴ്സിനെ തൊട്ട് കാണിക്കാൻ പറ്റത്തില്ല, അല്ലെ? കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നു, പക്ഷെ കാറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഫോഴ്സ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ CPH ഹോർമോണിനെ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സയൻസ് ഇല്ല എന്ന് പറയുന്നു, കാരണം സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല, റിസർച്ചിന്റെ പാതയില്ല. പക്ഷെ CPH4 ഹോർമോൺ അതുണ്ട്. CPH ആണ് ഇവിടെ പ്രശ്നക്കാരൻ. CPH4 ഹോർമോൺ ഒരു സാധാരണഗതിയിൽ സയൻസ് കണ്ടുപിടിച്ചേക്കണ എവിടം വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. CPH4 ഹോർമോൺ അതായത് ഒരു പ്രഗ്നന്റ് ലേഡിയിൽ 6 ആഴ്ചയാവുമ്പോഴേക്ക് രൂപീകരിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ്. അതൊരു 2%, 3% ഉള്ളൂ ഈ CPH4 ഹോർമോൺ തന്നെ. എന്തിനാണ്? ശിശുവിന്റെ ബ്രെയിൻ എക്സ്പാൻഡ് ആവാൻ, അതായത് ഉള്ളിൽ കിടക്കുന്ന കൊച്ചിന്റെ ബുദ്ധി വികസിക്കാനാണ് CPH4 ഹോർമോൺ അതിൽ ക്രിയേറ്റ് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് ഇല്ലാതെയാവുക. പക്ഷേ ഇവിടെ ലൂസി മൂവിയിൽ കാണിച്ചിരിക്കുന്ന എന്താണ്? അതായത് CPH ഹോർമോണിനെ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ട്, ഒരു ഔഷധമായിട്ട്, ഒരു മരുന്നായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ മരുന്ന് കഴിച്ചപ്പോൾ ബ്രെയിൻ 10%, 20%, 30%, 100% ആക്ടിവേറ്റ് ആവുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, CPH4 ഹോർമോൺ സയൻസ് കണ്ടുപിടിച്ചു, 6 ആഴ്ചയിൽ ഒരു പ്രഗ്നന്റ് ലേഡിയിൽ ക്രിയേറ്റ് ആവുന്നു ശിശുക്കൾക്ക് വേണ്ടി. പക്ഷേ CPH4 അവിടെ കിടക്കട്ടെ. CPH ഹോർമോൺ എന്ന് പറയുന്നത് നാഭിയുടെ ഒരു വിരൽ താഴെ, ഒരു വിരൽ വീതിയിൽ താഴെയും 1/2 ഇഞ്ച് ഉള്ളിലുമാണ് CPH ഹോർമോണിന്റെ ക്രിയേഷൻ നടക്കുന്നത്. അത് നേരിട്ട് എനർജിയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചൈനീസ്, ടിബറ്റിയൻ, മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ നാഭിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തത്. നാഭിയുടെ പ്രാധാന്യം ഇത്രയേറെ വർദ്ധിക്കാൻ കാരണം എന്താണ്? നാഭിക്ക് ഇത്രയും പ്രാധാന്യം ജനനം, മരണം, അസ്തിത്വം, സിദ്ധികൾ, വെളിപാട്, ഇല്യൂഷൻ, ഇൻറ്റ്യൂഷൻ, പ്രവചനങ്ങൾ, ഇതെല്ലാം നാഭിയെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ബോഡി ഹീറ്റ് ആവുക, തണുക്കുക, ഇതെല്ലാം BP കൺട്രോൾ ചെയ്യുക. ഇതെന്താ കാരണം? എന്താണ്? CPH ഹോർമോൺ. അത് സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല, വർഷങ്ങളായിട്ട് അതിന്റെ പിന്നിലാണ്, 7 അയൽക്കത്ത് എത്തിയിട്ടില്ല. കറക്റ്റ് അതിന്റെ പൊസിഷൻ എവിടെയാണ്? നാഭിയുടെ ഒരു വിരൽ താഴെയും, അതായത് 1 ഇഞ്ച് താഴെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു വിരൽ വീതിയല്ല. പല നിഗൂഢ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് ഒരു വിരലാ കിട്ടിയേക്കും. 1 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് ഉള്ളിലുമായിട്ട് ഒരു എനർജി ട്രാൻസ്ഫോമർ ഉണ്ട്. അതിലാണ് CPH ഹോർമോണിന്റെ വികാസം നടക്കുന്നത്. അത് 360 ഡിഗ്രിയിൽ കറക്കാനൊക്കെ പെടും ഇത് ഹോർമോൺ വന്നിട്ട്. നിലവിൽ CPH4 ഹോർമോൺ ഒരു എൻസൈമാണ്, അതായത് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടി, ശിശുവിന്റെ ബുദ്ധി വികസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എൻസൈമാണ്. അപ്പോ CPH അവിടെ ലൂസി മൂവി ഇറങ്ങിയതിനു ശേഷം CPH ഹോർമോൺ വാങ്ങിക്കാൻ കിട്ടും. അതൊരു ഡ്രഗ്സ് ആയിരുന്നു, ഡ്രഗ്സ് അല്ല. അങ്ങനെ ഒരു ഡ്രഗ്സ് ഈ ഭൂമിയിലില്ല. CPH ഹോർമോൺ അടങ്ങിയിരിക്കുന്ന ഒരു ഡ്രഗ്സും ഭൂമിയിലില്ല. അത് ഉണ്ടെന്നും പറഞ്ഞ് അത് ലോകമാനം വിറ്റഴിച്ചു. ആ മൂവി ആകെ ഇളക്കി മറിച്ചു. കാരണം അത് ഞാൻ സ്റ്റോറിയിലേക്ക് കിടക്കുന്നില്ല, മൂവി കണ്ടവർക്ക് അറിയാം. ഒരു ലേഡിയുടെ വയറ്റിൽ ഒളിപ്പിക്കുകയാണ് ആ ഡ്രഗ്സ്. അവിടെ വളരെ ബലപ്രയോഗം നടന്ന് അത് പൊട്ടി വയറ്റിൽ മിക്സ് ആയി ആ ലേഡി CPH ഹോർമോൺ വർക്ക് ചെയ്യാണ്. ബ്രെയിൻ 100% വർക്ക് ചെയ്യുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്ത് ടൈം സ്കെയിലിലേക്ക് മാറ്റിമറിക്കുന്ന ഒരു സ്റ്റോറിയാണ് അതിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, CPH ഹോർമോൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിൽ CPH ഹോർമോൺ 2%, 3% എല്ലാവരിലും ഉണ്ട്. CPH4 അല്ലാട്ടോ. CPH4 അത് പ്രഗ്നന്റ് ലേഡിയുടെ കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. CPH ഹോർമോൺ എല്ലാ മനുഷ്യരിലും ഉണ്ട്. നാഭിയുടെ താഴെ അത് 2%, 3% ഉള്ളൂ. അത് 6 പോലും ആയാൽ അവരുടെ ബ്രെയിൻ എക്സ്പാൻഡ് ആവും. യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കര ദ്രുതഗതിയിലാവും, ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആയിത്തീരും. അതാണ് അവിടെ
വളരെ ഒളിഞ്ഞ് കാണിച്ചിരിക്കുന്ന, സീക്രട്ട് ആയിട്ട് ഹിഡൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ CPH എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അതൊരു 50% ഒക്കെ ആയാൽ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഒരു 20% ആയാൽ അതിൽ കാണിച്ചിരിക്കുന്നു ഇത്ര പെർസെന്റേജ് CPH ഹോർമോൺ വർക്ക് ചെയ്യുന്നു, ഇത്ര 100%, ഇത്ര 50% എന്താ പറഞ്ഞത്. അപ്പൊ CPH ഹോർമോൺ ഒരു 10-ന് മുകളിലായാൽ പോലും പിന്നെ യൂണിവേഴ്സിന്റെ ബോധമായിരിക്കും ആ വ്യക്തിയിൽ സൃഷ്ടിക്കപ്പെടുക. ടൈം സ്കെയിലിനെല്ലാം മാറ്റിമറിക്കാൻ പറ്റും. ഡയറക്റ്റ് യൂണിവേഴ്സിന്റെ ബോധതലമായിട്ട് മാറുകയാണ്. CPH ഹോർമോൺ ഈ പറഞ്ഞ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ആവുകയാണ്. അല്ലാതെ ബ്രെയിൻ 10% യൂസ് ചെയ്തു, 50% യൂസ് ചെയ്തു, അത് റോങ് ആണ്. 5% ബുദ്ധിയെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ 10% ബോധത്തെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ 20% ബോധത്തെ ഉപയോഗിച്ചു, അത് റോങ് ആണ്. അത് അങ്ങനെ പെർസെന്റേജ് ഇല്ല. CPH ഇത്ര പെർസെന്റേജ് ആയാൽ ബോധതലം അങ്ങനെ അറ്റ എക്സ്ട്രീം ലെവലിലായി തീരും. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ചൈനീസ്, കൊറിയൻ, ടിബറ്റിലൊക്കെ ഈ വയറിനെയും നാഭിയെയും ഭയങ്കരമായിട്ട് കാണിച്ചിരിക്കുന്നത് ചി എനർജി. ഫസ്റ്റ് ബ്രെയിൻ ഒക്കെ ഈ നാഭിയെ കാണിക്കാൻ കാരണം തന്നെ ഈ ഒരൊറ്റ CPH ഹോർമോണിന്റെ കേന്ദ്ര ബിന്ദു നാഭിയാണ്, നാഭിയുടെ അടിയാണ്. CPH ഹോർമോൺ തേടയിലില്ല. പക്ഷെ പീനിയൽ ഗ്ലാൻഡാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു അനൈച്ഛിക പ്രവർത്തനങ്ങളെ. നമ്മൾ ഉറങ്ങിയതിന് ശേഷം അനൈച്ഛിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം നടക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. ഉറങ്ങിയതിന് ശേഷം മരിപ്പിക്കുന്നില്ല. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? CPH ഹോർമോൺ ഉപയോഗിച്ചിട്ടാണ് പീനിയൽ ഗ്ലാൻഡ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. CPH ഹോർമോണിനെ സയൻസ് കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അത് എക്സ്പാൻഡ് ചെയ്യാൻ റിവേഴ്സ് ഡാൻഡൈൻ ബ്രീത്ത് എന്ന നിഗൂഢ വിദ്യ ഇറങ്ങിയിരിക്കുന്നു. അതായത് വിപരീത ശ്വസനക്രിയ. ഗുരുവില്ലാതെ ഇത് പ്രാക്ടീസ് ചെയ്യരുത്, വീഡിയോ കണ്ടിട്ട് ഒരു കാരണവശാലും പ്രാക്ടീസ് ചെയ്യരുത്. കാരണം ബോഡി ക്രമാതീതകമായി ഹിറ്റപ്പ് ആവും, പെട്ടെന്ന് തന്നെ അതിഭീകരമായി ഹീറ്റപ്പ് ആവും, എനർജി ക്രിയേറ്റ് ആവും, തോട്ട് മാറും, യൂണിവേഴ്സ് ആയിട്ട് കണക്ട് ആവും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരും. അതുകൊണ്ട് ഈ CPH ഹോർമോൺ എക്സ്പാൻഡ് ആവുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ജ്ഞാനം വേണം, ഗുരു വേണം. ഇത് എങ്ങനെയാണ് എനർജി റൈസ് ആയ ഇതിനെ കൺട്രോൾ ചെയ്യുക, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ നന്മയിലേക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിൽ ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിൽ ഈവൻ മാർഷൽ ആർട്സിൽ വരെ അത് പ്രയോഗിക്കാൻ പറ്റുന്ന സാരം. ആ വ്യക്തിക്ക് ആയുസ് കൂടും, എപ്പോഴും പവർഫുൾ ആയിരിക്കും. അപ്പൊ വിപരീത ശ്വസന പ്രക്രിയ വെച്ചിട്ട് റിവേഴ്സ് ഡാൻഡൈൻ ബ്രീത്ത് എന്നാണ് പറയുന്നത്. CPH ഹോർമോൺ സ്ഥിതി ചെയ്യുന്ന പോയിന്റ് പറയുന്ന പേര് ഡാൻഡൈൻ അഥവാ ടാൻഡിയൻ, ഡാൻഡി, അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അത് നാഭി എന്ന് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാഭി ചക്രാസിലൊക്കെ വരുമ്പോൾ നാഭി ചക്ര അല്ലെങ്കിൽ പൊക്കിൾ കൊടി ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റിലേക്ക് വരും. അപ്പൊ അതിനെ ബ്രീത്ത് കൊണ്ട് ശുദ്ധീകരിക്കുകയാണ്. ബ്രീത്ത് റിവേഴ്സ് കൊടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് അത് ബോധതലത്തിലേക്ക് കടത്തി. അപ്പോൾ CPH ഹോർമോൺ അങ്ങനെ ഇതാവും. ലൂസി മൂവിയിൽ ഒരു ഫിക്ഷണൽ മൂവി ആണെങ്കിൽ പോലും അത് ഹിഡൻ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് CPH ഹോർമോൺ. പക്ഷെ ഒരു കാര്യം പറയാം, സിന്തറ്റിക് ഡ്രഗ്സ് അല്ല, അങ്ങനെ ഒരു ഡ്രഗ്സ് ഈ ഭൂമിയിലില്ല CPH ഹോർമോൺ അടങ്ങിയിരിക്കുന്ന. പക്ഷെ അതും പറഞ്ഞിട്ട് ഈ ലോകമാനം ക്യാപ്സൂൾ വിറ്റഴിച്ചു. തിയേറ്റർ, അതായത് ഈ മൂവി നടന്ന തിയേറ്ററിലെല്ലാം അമേരിക്ക, USA-ലും റഷ്യയിലും ബ്രിട്ടനിലും എല്ലാം തന്നെ മെയിൻ രാഷ്ട്രങ്ങളിലൊക്കെ ഇതിന്റെ ക്യാപ്സൂള് കണക്കില്ലാതെ വിറ്റഴിഞ്ഞു. ഈ അത്ഭുത സിദ്ധി കിട്ടുമെന്നും പറഞ്ഞു. അത് റോങ് ആയിരുന്നു. ഒരു സിന്തറ്റിക് ഡ്രഗ്സ് അല്ല, ഇത് മനുഷ്യരിൽ നാച്ചുറൽ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് CPH ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ മെഡിറ്റേഷൻ ആവശ്യമാണ്. മെഡിറ്റേഷൻ ഏതാണ്? ഡാൻഡൈൻ മെഡിറ്റേഷൻ. ഇങ്ങനെയാണ് CPH ക്രിയേറ്റഡ് ആക്കപ്പെടുന്നത്. ആ ഡാൻഡൈൻ മെഡിറ്റേഷൻ എങ്ങനെയാണ്? റിവേഴ്സ് ഡാൻഡൈൻ ആണ് കൊടുക്കേണ്ടതും. അതൊരു ഗുരുതരത്തിൽ പഠിക്കേണ്ട വസ്തുതയാണ്. കാരണം അത്രയധികം ഡേഞ്ചർ നിറഞ്ഞ ഒരു പ്രതിഭാസമാണ്. ശരീരം ക്രമാതീതമായി ചൂടാവും, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിലേക്ക് ബോഡി കൺവേർട്ട് ആവും. എക്സസൈസ് ആവശ്യമാണ്. അതാണ് CPH ഹോർമോണിനെ പറ്റി അതിൽ വന്നിരിക്കുന്നത്. അത് ലൂസി ഒരു തെറ്റിദ്ധാരണ വന്നത്. ഇപ്പം പ്രഗ്നൻസി മാസ്റ്റർ പറഞ്ഞു CPH ഹോർമോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പോ പലരും പറയാറുണ്ട്, പണ്ട് കാലത്തൊക്കെ ഈ പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ പൊക്കിൾക്കൊടി കട്ട് ചെയ്തിട്ട് ഉണക്കി സൂക്ഷിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് അത് കലക്കിയിട്ട് പാലിലോ കാര്യങ്ങളോ കലക്കിയിട്ട് കൊടുക്കുമ്പോൾ അസുഖം മാറുന്ന ഒരു അവസ്ഥ വരാറുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഇത് കേട്ടിട്ടില്ല. അതിനുശേഷം ഇപ്പം അങ്ങനെ ഹോസ്പിറ്റലുകൾ ഈ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് പൊക്കിൾക്കൊടി എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അതിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. അതും ഈ CPH ഹോർമോണായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കെട്ടുപണഞ്ഞ് നടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, സയൻസിന്റെ ട്രാക്കിൽ നിന്നിട്ട് പറഞ്ഞു, സയൻസ് CPH ഹോർമോണിനെ കണ്ടുപിടിച്ചു, നവജാത ശിശുവിന്റെ ബ്രെയിൻ എക്സ്പാൻഡ് ആവുമെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ വേറൊരു തത്വം കൂടി അടങ്ങിയിരിക്കുന്നത്, ഓൾറെഡി നവജാത ശിശുവിൽ CPH ഹോർമോൺ അടങ്ങിയിരിക്കുകയാണ്. അതിന്റെ പൊക്കിൾക്കൊടി പറഞ്ഞു കേട്ടോ. അതാണ് ആ എനർജി വേൾഡിൽ കണക്ഷൻ കാണിക്കുന്നത്.
നവജാത ശിശുവിൽ ന്യൂബോൺ ബേബിയിൽ പുറത്തു വരുമ്പോൾ തന്നെ CPH ഹോർമോൺ ക്രമാതീതമായി അതിന്റെ പുൽക്കൊടിയിലുണ്ട്. അതുകൊണ്ടാണ് അത് എൻലൈറ്റൻഡ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ബ്രീത്ത് മൂക്കിൽ കൂടി തന്നെ കിടന്ന് കറങ്ങുന്നത്. അതായത് നമ്മളിലേക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് മൂക്കിൽ വന്നാൽ പ്രാണവായു മൂക്ക് വിട്ട് നാസികാധാരം വിട്ട് പോകാതെ വന്നാൽ എന്ത് സംഭവിക്കും? CPH ഹോർമോണിന്റെ അളവും കൂടും അതിനനുസരിച്ച്. അപ്പൊ ഇതെല്ലാം കെട്ടുവളഞ്ഞ് കിടക്കാണ്. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതോടെ CPH ഹോർമോണിന്റെ അളവ് കൂടും. ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി അതിന്റെ അളവ് ക്രമാതീതമായി കൂടും. ഇതെല്ലാം തെടയുമായിട്ടും കണക്റ്റഡ് ആണ്, പീനിയൽ ഗ്ലാൻഡുമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ നവജാത ശിശുവിന്റെ ഓൾറെഡി പൊക്കിൾക്കൊടിയിൽ CPH ഹോർമോൺ പ്രസന്റ് ആണ്. സയൻസിന് കണ്ടുപിടിക്കാൻ ഈ ഉപകരണമില്ല. അതുകൊണ്ടാണ് ചില നിഗൂഢ രീതി ഇപ്പൊ പറഞ്ഞ ഹോസ്പിറ്റലിലെ റിസർച്ചിൽ വന്നിട്ടുണ്ടെന്ന് അത് ഉണക്കി സൂക്ഷിക്കുന്നതും അത് ഔഷധമായിട്ട് പ്രയോഗിക്കുന്നതുമായ കൺസെപ്റ്റിലേക്ക് വരാൻ കാരണവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ CPH ഹോർമോൺ കാണിക്കാൻ വേണ്ടിയാണ് നാഭിയുടെ രഹസ്യം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സാരി പൊക്കൽ കൂടി മറച്ചു വെക്കണം, കാണിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറെ ആചാരങ്ങളും അതിൽ കടന്നു കൂടിയിട്ടുണ്ട്. അപ്പൊ CPH ഹോർമോൺ ഇതാണ് കാണിക്കുന്നത്. അത് നിർണായകമായി അറിഞ്ഞിരിക്കേണ്ടത് ഈ ആധുനിക ലോകത്ത് ഈ അതീന്ദ്രിയത്തിൽ കറങ്ങുന്ന ഈ എനർജി വേൾഡിൽ വിഹരിക്കുന്ന ഏലിയൻസ്, പെലേഡിയൻസ്, ഇലുമിനാറ്റിക് വേൾഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ വേൾഡുകളുണ്ട്, സീക്രട്ട് ഗ്രൂപ്പുകൾ. ഇത് വിറ്റഴിക്കുന്നുമുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞ്. റോങ് ആണ്. സിന്തറ്റിക് ഡ്രഗ്സ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു CPH ഹോർമോൺ അടങ്ങിയ ഒരു ഡ്രഗ്സ് ഇല്ല. അതിലൊന്നും വശംബദ്ധരായി വീഴുകയും ചെയ്യരുത്. അത് നമ്മൾ സ്വന്തം മെഡിറ്റേഷൻ ചെയ്ത് ക്രിയേറ്റ് ആക്കപ്പെടുന്നതാണ്. അത് വാങ്ങാൻ കിട്ടില്ല. അങ്ങനെ വാങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ ഈ ലോകം മാറി മറിഞ്ഞാണ്. അപ്പൊ ലൂസി മൂവി ഒരു ഫിക്ഷണൽ മൂവിയാണ്, സാങ്കല്പിക കഥയാണ്, ഭാവനാ സൃഷ്ടിയാണ്. ഓക്കെ, ശരി. താങ്ക്സ് മാസ്റ്റർ. ഇത് ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് പേർക്ക് ഇത് മനസ്സിലാവാതെ അല്ലെങ്കിൽ ഈ ഒരു ഫിലിം കണ്ടിട്ട് ഇത് എന്താണോ, ജസ്റ്റ് ഒരു സൈഫൈ മൂവിയാണോ അല്ലെങ്കിൽ വെറുതെ ഒരു ഫിക്ഷണലായിട്ട് വന്നതാണോ എന്നുള്ള പല ഇതും വന്നിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി, അത് വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി മാസ്റ്റർ തന്നതിന് വളരെയധികം നന്ദി. താങ്ക്സ് മാസ്റ്റർ. ഓക്കെ.